വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിലും പരിശോധന നടന്നു. ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിലെ പരിശോധന ഫെമ PMLA ചട്ടലംഘനങ്ങളിലെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു. 1000 കോടിയുടെ വിദേശവിനിമയ ചട്ടലംഘനമെന്നാണ് പ്രാഥമിക വിവരം. ഗോകുലം ചിറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട വഞ്ചന കേസുകളിലും PMLA അന്വേഷണം നടക്കുന്നുണ്ട്. മുനമ്പം സമരസമിതിയിലെ 50 പേർ BJP-യിൽ ചേർന്നു. മുനമ്പത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് ഇവർ BJP അംഗത്വം സ്വീകരിച്ചത്. NDA ഘടകകക്ഷിയായ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസ്, BJP-യുടെയും JDS-ന്റെയും ജില്ലാ നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് 50 പേരും അംഗത്വം സ്വീകരിച്ചത്. വൈകാതെ കൂടുതൽ ആളുകൾ BJP-യിലേക്ക് വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മാസപ്പടി കേസിൽ വീണ വിജയൻ അടക്കമുള്ളവരെ പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടതിനു ശേഷമാണ് SFIO അവരെ പ്രതിപട്ടികയിൽ ചേർത്തത്. ഇതിനുശേഷവും മുഖ്യമന്ത്രി രാജിവെക്കാതെ തുടർന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അതേസമയം SFIO കുറ്റപത്രത്തിൽ മകൾ പ്രതിയായ സാഹചര്യത്തിൽ ധാർമ്മികതയോ സത്യസന്ധതയോ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30 ചെന്നൈയിലായിരുന്നു അന്ത്യം. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ സ്വദേശിയാണ്. 100-ലേറെ മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1967-ൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുകാന്തിനെതിരെ പോലീസ് കേസെടുത്തു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സുകാന്തിനെതിരെ കേസെടുത്തത്. അതേസമയം ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുകാന്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. VD സവർക്കറെ അപമാനിച്ചുവെന്ന കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ സമൻസ് നിലനിൽക്കുമെന്ന് അലഹാബാദ് ഹൈക്കോടതി. സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളി. ലക്നൌവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിൽക്കുന്ന കേസിലാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ നടപടി. രാഹുലിന് വേണമെങ്കിൽ ലക്നൌ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്നും അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് പെൻഷൻ വാങ്ങിയെന്നും ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതായാണ് ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ തുടർന്ന് US ഓഹരി വിപണിയിൽ കനത്ത തകർച്ച. 1600 പോയിന്റിലധികമാണ് വിപണിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. 2020-ന് ശേഷം ആദ്യമായാണ് വിപണി ഇത്രയും കടുത്ത ഇടിവ് നേരിടുന്നത്. നൈക്ക്, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ഓഹരി വിലകൾ ഇടിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.